കുഞ്ഞിനെ നോക്കാൻ ഒരായയെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ദാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വാവേ വാവേ കുടിക്കൂ, വാവേ കുടിക്ക്. വാവേ, അമ്മ കണ്ണെഴുതി തരട്ടെ. ഇങ്ങനെ കുറുമ്പ് കാണിച്ചാൽ എങ്ങനെ എഴുതും? ഒരു പണിയുണ്ട്. ഉറങ്ങിക്കഴിയുമ്പോ അമ്മ കണ്ണെഴുതി പൊട്ടും കൊത്തി തരും. ഉണരുമ്പോ കണ്ണാടിയിൽ കാണിച്ചു തരാട്ടോ. സമാധാനായിട്ടൊരു പാട്ട് കേൾക്കാൻ സമ്മതിക്കൂല. നിന്നെ ഈ കാണുന്ന നുണകൾ എഴുന്നള്ളിച്ച് നാടകവും കളിപ്പിച്ച് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതേ തിന്നും കുടിച്ചും പാട്ട് കേട്ടിരിക്കാനല്ല, പണിയെടുപ്പിക്കാനാ. അതിനിവിടെ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. മുത്തശ്ശി ഒന്നും എടുപ്പിക്കില്ലെന്നേ. കഴിച്ച് പ്ലേറ്റ് പോലും കഴുകണ്ട. അവിടുത്തെ വീട്ടുപണി എടുക്കാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്ത് പണിയാ ഉദ്ദേശിക്കുന്നേ? ഞാൻ നിന്നെ ഏൽപ്പിച്ച പണി എന്താ? ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തിയത് എന്ത് പണിയെടുക്കാനാണെന്നാ ചോദിച്ചത്. അമ്മേ, എന്നെ കൊണ്ടതിന് പറ്റൂലെന്ന് എനിക്ക് തോന്നുന്നേ. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാനാ? പാവം കിട്ടും അമ്മേ. ഓ, നിന്റെ വർത്തമാനം കേട്ട തോന്നും ലോകത്തുള്ള എല്ലാവരും വിശുദ്ധിയുടെ മാലാക്കപ്പെട്ട് അണിഞ്ഞവരാണെന്ന്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റൂല. എന്നാ നീ അവിടെ നിക്കണ്ട, ഇങ്ങ് പോരെ. ഞാൻ പറയുന്നത് അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നീ അവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്നേ. നാളെ രാവിലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നോണം. പിന്നെ എന്റെ മോള് ബാംഗ്ലൂർ എന്ത് പഠിക്കാൻ പോണെന്നാ പറഞ്ഞത്? അതെന്ത് മലമറിക്കുന്ന പഠിത്തമാണെങ്കിലും ഞാൻ പറഞ്ഞ കേൾക്കാത്ത മക്കളെ ഞാൻ ഇതിനെ കാശ് മുടക്കി പഠിപ്പിക്കുന്നേ. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? അമ്മ തന്ന ആ പൊടി കുഞ്ഞിന്റെ പാല് കലക്കണം, അത്രയല്ലേ വേണ്ടൂ? അത് ഞാൻ ചെയ്യും, ചെയ്തിരിക്കും. ഓ, എന്തിടാ വാവേ. ഇത് വേണോ? ഇത് തന്നെ ആയിരിക്കും കുഞ്ഞിനെ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന പാല്. നന്ദനക്കുട്ടി എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്തെങ്കിലും വേണമെങ്കിൽ മുത്തശ്ശി അങ്ങോട്ട് കൊണ്ടുവരില്ലേ? കുറച്ച് ചൂടുവെള്ളം ഉണ്ടോന്ന് നോക്കാൻ വന്നതാ. ഈ ഫ്ലാസ്കിലുണ്ടല്ലോ, ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ. ഞാനിത് മോക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. അതെ, നാളെ നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ. അമ്മയ്ക്ക് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. ഈ സമയത്ത് ഇതാരാണോ വന്നിരിക്കുന്നത്? വാവേ, നല്ല കുട്ടിയായിട്ട് ഇവിടെ കിടക്കണേ. അമ്മ പുറത്താരാ വന്നേന്ന് നോക്കട്ടെ. ആരോ പുറത്തു വന്നിട്ടുണ്ട് മോളെ. ഞാൻ നോക്കാച്ചാ. ആ കുട്ടിയുടെ ഒരു കാര്യം, ഫോണൊക്കെ അവിടെ ഇവിടെ ഇട്ടിട്ടങ്ങ് പോവും. ചക്കരക്കുട്ടി ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുവാണോ? നമുക്ക് പാല് കുടിക്കണ്ടേ? ഇതാര് ഗാർഗി ആന്റിയോ? വാ. ഞാൻ മാത്രല്ല, ഒരാളും കൂടിയുണ്ട്. ഇറങ്ങി വാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഹോട്ടലിലെ പുതിയ ജോലിക്കാരിയെ കുറിച്ച്? അവളാ. വരൂ. വാ. വാ വാ.
അച്ഛാ ഇതാരാണെന്ന് നോക്കി. ആ ഗാർഗി എന്താ ഈ വഴിക്ക്? വരേണ്ടി വന്നു. ആ ഇങ്ങോട്ട് ഇരിക്കേ. വാ. ഇരിക്കുന്നേ. ഇരിക്കാനൊന്നും നേരെയില്ല. കുഞ്ഞിനെ നോക്കാൻ ഒരായയെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ദാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വാവേ വാവേ കുടിക്ക് വാവേ കുടിക്ക്. ഇതാ കേട്ടില്ലേ, വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഇനി കുറച്ചു നേരത്തേക്ക് നിർത്താതെയുള്ള കരച്ചിലായിരിക്കും. എന്നാ ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. അതിനെന്താ, അവളെ നോക്കുന്ന ജോലി മാത്രം എടുത്താ മതി. ആ കുഞ്ഞിനെ നോക്കും, അവൾ അടുക്കളപ്പണിക്ക് സഹായിക്കുകയും ചെയ്യും. ആരും ഇല്ലാത്തൊരു പെണ്ണാ. എനിക്ക് വലിയ സഹായമായിരുന്നു. പക്ഷേ ഇവളെ വിശ്വസിച്ച് എനിക്ക് അവിടെ നിർത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. തലതെറിച്ചൊരു മകൻ എനിക്കുണ്ടായി പോയില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ മര്യാദയ്ക്ക് നോക്കിയാൽ മാത്രം മതി. ഇവിടെ ഈ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. വാവേ വാവേ കുടിക്ക് കുടിക്ക്. ആ കുഞ്ഞ് കരയല്ലേ? കുഞ്ഞ് കരയുന്നുണ്ട്, നീ പോയി എടുത്തോ. വാവേ വാവേ കുടിക്ക് കുടിക്ക്. കുടിക്ക് മോളെ. വാവേ നീ ഏതാ പെണ്ണേ? നിന്നോടാ ചോദിച്ചേ. നീ ഏതാന്ന്? മോളെ നോക്കാൻ ഗാർഗിയാൻറ്റി പറഞ്ഞിട്ട് വന്നതാ. ആന്റി അവിടെ നിപ്പുണ്ട്. നിനക്ക് കൊച്ചുങ്ങളെ നോക്കി വല്ല പരിചയമുണ്ടോ? ആ ഉണ്ട്. എന്നാ ഒന്ന് എടുത്തേ നോക്കട്ടെ. ആ മോളുടെ അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോകും. പിന്നെ ഞാനും ഇവളുടെ മുത്തച്ഛനും ഇവിടെ ഉണ്ടാവും. മോളുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. സമ്മതമാണെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. ഞാൻ നിന്നോളാം മോളെ, പറഞ്ഞതുപോലെ ഞാൻ നോക്കിക്കോളാം. അല്ല, നിന്റെ മുഖത്തെന്താ ഈ പാടൊക്കെ? അത് ഒരു ആക്സിഡന്റ് ആയതാ. എന്താ നിന്റെ പേര്? ശാരദ.